أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أبت إني قد جاءني من العلم ما لم يأتك فاتبعني أهدك صراطا سويا. يا أبت لا تعبد الشيطان إن الشيطان كان للرحمن عصيا. يا أبت إني أخاف أن يمسك عذاب من الرحمن فتكون للشيطان وليا. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وأصدق السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. വേദിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ബഹുമാന്യ രക്ഷിതാക്കളെ, സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ പരമാവധി പാലിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഗ്ഫിറത്തും മർഹമത്തും സദാ നമ്മിൽ വർഷിക്കുമാറാവട്ടെ. അവൻ്റെ ദീനി വിഷയങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും നമ്മളീ ഒത്തുചേർന്നത് സ്വാലിഹായ അമലായി അവൻ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ, മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ, സലഫി പ്രസ്ഥാനത്തിൻ്റെ ആശയ ആദർശങ്ങളുടെ വിശദീകരണമാണ്. മുമ്പ് ബഹുമാന്യനായ ഹുസൈൻ സലഫി
ഈ പ്രദേശത്ത് സംസാരിക്കുകയും ഇസ്ലാമികമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ജീവിതം എന്ത് ഏത് എന്ന് വിശദീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കേരളത്തിൻ്റെ പല പ്രദേശങ്ങളിലും മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ, ഇസ്ലാഹി പ്രസ്ഥാനത്തിനെതിരെ ചില ആളുകൾ പല ആരോപണങ്ങളുമായി രംഗത്ത് വരുന്നതിൻ്റെ ഭാഗം എന്നോണം ഈ പ്രദേശത്തും ചില ആളുകൾ മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ, സലഫി പ്രസ്ഥാനത്തിനെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു എന്നറിയാൻ സാധിച്ചു. അവക്കുള്ള ഓരോന്നിനുമുള്ള മറുപടിയായിട്ടല്ല ഈ പരിപാടി സംഘടിപ്പിച്ചത്. കാരണം അന്ന് ഹുസൈൻ സലഫി ഇവിടെ സംസാരിച്ച വിഷയങ്ങൾക്കല്ല പിന്നീട് ഇവിടെ നടന്ന സംസാരത്തിൽ മറുപടി പറഞ്ഞിട്ടുള്ളത്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം, സലഫി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഏതെങ്കിലും ഒരു ഭൗതികമായ താൽപര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമല്ല. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് പല പ്രദേശങ്ങളിലും വളരെ മോശമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ചില ആളുകൾ സമൂഹത്തിൽ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട്. ചില സുഹൃത്തുക്കളുടെ ധാരണ ഏതെങ്കിലും ചില ക്ലിപ്പുകളൊക്കെ ആയി വന്ന് മുജാഹിദ് പ്രസ്ഥാനത്തെ അങ്ങ് പരിഹസിച്ച് അങ്ങനെ അങ്ങ് സൈഡാക്കാം എന്നാണ്. ഓരോരുത്തർക്കും ഓരോ ആഗ്രഹമാണല്ലോ. ആ ആഗ്രഹവുമായിട്ട് അവർക്ക് നടക്കാം എന്നല്ലാതെ മുജാഹിദ് പ്രസ്ഥാനം ഒരു ഭൗതികമായ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമല്ല എന്നതിനാൽ ആ നിലക്കൊന്നും മുജാഹിദ് പ്രസ്ഥാനത്തെ പരാജയപ്പെടുത്താൻ ഒരാൾക്കും സാധ്യമല്ല. മുജാഹിദ് പ്രസ്ഥാനത്തെ പരാജയപ്പെടുത്തണമെങ്കിൽ ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? മുജാഹിദുകൾ വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക ചര്യയുടെയും അടിസ്ഥാനത്തിൽ ഈ സമൂഹത്തിനു മുമ്പിൽ സമർപ്പിക്കുന്ന കുറെ ആശയ ആദർശങ്ങളുണ്ട്. ആ ആശയ ആദർശങ്ങൾ ഇതാ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ആ വാദം തെറ്റാണെന്ന് പറയണം. പറഞ്ഞാ പോരാ, തെളിയിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇതാ നിങ്ങളുടെ ഇന്ന വാദം തെറ്റാകുന്നു, അത് ഇന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ എന്ന് വ്യക്തമായി തെളിയിക്കേണ്ടതുണ്ട്. എങ്കിലേ മുജാഹിദ് പ്രസ്ഥാനത്തെ പരാജയപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ചിന്തയിലേക്കല്ല അവർ ജനങ്ങളെ ക്ഷണിക്കുന്നത്. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ ചിന്തയിലേക്കാണോ ഞങ്ങൾ ക്ഷണിക്കുന്നത്? മുജാഹിദ് പ്രസ്ഥാനം ഏതെങ്കിലും സ്ഥലത്ത് വേദി കെട്ടിയിട്ട് നിങ്ങളെല്ലാം ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പഠിപ്പിച്ച ആശയത്തിലേക്ക് വരണമെന്നല്ലല്ലോ പറയുന്നത്. മഹാനായ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മഹുല്ലാ അദ്ദേഹം പഠിപ്പിച്ച ആശയത്തിലേക്ക് വരണം എന്നല്ലല്ലോ പറയുന്നത്. മറിച്ച് വിശുദ്ധ ഖുർആനിലേക്ക് വരണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലേക്ക് വരണം എന്നാണ് ഈ സമൂഹത്തോട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൽ എന്തെങ്കിലും തകരാറുണ്ടോ? ഖുർആനിലേക്ക് വരൂ എന്ന് പറഞ്ഞാൽ വല്ല തെറ്റുമുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലേക്ക് വരൂ എന്ന് പറഞ്ഞാൽ വല്ല കുഴപ്പമുണ്ടോ?
ഇല്ല സത്യത്തിൽ. പക്ഷെ ചില ആളുകളുടെ വ്യക്തിപരമായി അവർക്ക് ദോഷമായി ബാധിക്കുന്നതിനാൽ അതിൽ നിന്ന് അവർ ജനങ്ങളെ തടയിടുകയാണ് ചെയ്യുന്നത്. അതിന്റെയൊക്കെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളാണ് ഈ പ്രദേശത്ത് നേരത്തെ നമുക്ക് കേൾക്കാനും കാണാനും ഒക്കെ സാധിച്ചത്. പ്രിയമുള്ളവരെ, ഈ നാട്ടിൽ മുജാഹിദുകളോ അല്ലാത്തവരോ വ്യത്യാസമില്ല. നമുക്കെല്ലാവർക്കും അറിയാം, മുസ്ലിം സഹോദരങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം, പരലോകമുണ്ട്, അവിടെ സ്വർഗമുണ്ട്, നരകമുണ്ട് എന്നത്. ആ സ്വർഗത്തിൽ എത്തണം എന്നാണ് എല്ലാ മുസ്ലിമിന്റെയും ആഗ്രഹം. ഈ നാട്ടിലെ സുന്നിയാവട്ടെ മുജാഹിദാവട്ടെ, സുന്നി ഞാൻ സൗകര്യത്തിന് വേണ്ടി പറയുകയാണ്. ഇവിടെ മുമ്പ് പ്രസംഗിച്ച മുസ്ലിയാരുടെ ടീമിനെയാണ് ഉദ്ദേശിക്കുന്നത്. സുന്നിയാണോ അല്ലേ എന്നുള്ളത് ശേഷമുള്ള സംസാരങ്ങൾക്ക് ബോധ്യമാവും. അപ്പൊ അവര് ആ ആളുകളുടെ അത്തരം ആളുകളും അവരുടെ അനുയായികളും ഒക്കെ പറയുന്നത്, ആഗ്രഹിക്കുന്നത് സ്വാഭാവികമായി സ്വർഗത്തിൽ പോകണം എന്നാണ്. നമ്മളും പറയുന്നത് സ്വർഗത്തിൽ പോകണം, നരകത്തിൽ രക്ഷപ്പെടണം എന്നാണ്. എന്നാൽ ഈ സ്വർഗത്തിൽ പോകാൻ എന്താണ് മാർഗം? ഏത് മാർഗം സ്വീകരിക്കുന്നവർക്കാണ് ആ സ്വർഗത്തിൽ പോകാൻ സാധിക്കുന്നത്? എനിക്കും സ്വർഗത്ത് പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മാത്രം സ്വർഗത്ത് പോവോ? അതില്ല. അങ്ങനെ സ്വർഗത്ത് പോകണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് മാത്രം സ്വർഗത്ത് പോവില്ല. പിന്നെ എന്ത് വേണം? അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച ആ ഒരു മാർഗം സ്വീകരിക്കുമ്പോഴാണ്, അഥവാ ഇസ്ലാമിന്റെ പ്രമാണങ്ങളിലേക്ക് മടങ്ങുമ്പോഴാണ് സ്വർഗത്തിൽ പോകുന്ന മാർഗത്തിലെത്താൻ സാധിക്കുന്നത്. ഒരാൾ സ്വർഗത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷേ അതിനുവേണ്ട പ്രമാണം സ്വീകരിക്കുന്നില്ലെങ്കിലോ ആ വ്യക്തി ആഗ്രഹവുമായി നടക്കുക എന്നല്ല, സ്വർഗത്ത് പോകാൻ അയാൾക്ക് സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതാണ്, വമൻ യുതിഇല്ലാഹ വർ-റസൂല ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്-സിദ്ദീഖീന വശ്-ശുഹദാഇ വസ്-സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. വമൻ യുതിഇല്ലാഹ വർ-റസൂല, അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും ആരനുസരിക്കുന്നോ, ഫഉലൈക, അഥവാ ഖുർആനും സുന്നത്തും സ്വീകരിക്കുന്ന ആളുകൾ, ആ വിഭാഗം, മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച ആളുകൾക്കൊപ്പമാണ് സ്വർഗത്തിൽ. ആരെയെല്ലാമാണ് സഹോദരങ്ങളെ അല്ലാഹു അനുഗ്രഹിച്ചത്? മിനൻ നബിയ്യീന വസ്-സിദ്ദീഖീന വശ്-ശുഹദാഇ വസ്-സാലിഹീൻ. ഈ 4 ഉത്തമ വിഭാഗത്തിന്റെ കൂടെയാണ് അവർ സ്വർഗത്തിൽ. വഹസുന ഉലൈക റഫീഖാ, അവർ സ്വർഗത്തിൽ എത്ര നല്ല കൂട്ടുകാരാണ് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും സ്വീകരിക്കുമ്പോഴാണ് അയാൾക്ക് സ്വർഗത്തിലെത്താൻ സാധിക്കുന്നത്. അപ്പോഴാണ് നരകത്തിൽ രക്ഷപ്പെടാൻ സാധിക്കുന്നത്. ഇല്ലെങ്കിൽ ഒരാൾ നരകത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുകയും സ്വർഗത്തിലെത്തണമെന്ന് പ്രതീക്ഷിക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ട് മാത്രം സ്വർഗത്തിൽ എത്തുക സാധ്യമല്ല. അത് മുജാഹിദുകൾക്കറിയാം, അല്ലാത്തവർക്കറിയാം, എല്ലാ മുസ്ലിം സഹോദരങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ്. എങ്കിൽ ഈ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ, വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചകചര്യയുടെയും അടിസ്ഥാനത്തിൽ ചില ഗൗരവകരമായ കാര്യങ്ങൾ മുജാഹിദുകൾ ഈ സമൂഹത്തിന് മുമ്പിൽ വെക്കുന്നുണ്ട്. എന്താ സഹോദരങ്ങളെ? ഏറ്റവും പ്രധാനമായി കുറെ വിശദമായി കാണാനും കേൾക്കാനും നമുക്കുള്ളത് കൊണ്ട് ചുരുക്കി ചുരുക്കി മാത്രം പറഞ്ഞു പോവുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മുജാഹിദുകൾ ഈ സമൂഹത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടെ പറയുന്ന, പഠിപ്പിക്കുന്ന വിഷയം എന്താണ്? എന്താണ് ഈ സമൂഹത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടെ മുജാഹിദുകൾ പറയുന്നത്, പഠിപ്പിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നതാണ്. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നുള്ള മുസ്ലിങ്ങൾ എല്ലാവരും സംഭവിക്കുന്ന കാര്യമല്ലേ എന്ന് സംശയിക്കും ഒരുപക്ഷെ. അത് പൊതുവെ എല്ലാവരും പറയുന്നു, ആ നിലയ്ക്ക് സമ്മതിക്കുന്നു. എങ്കിലും അതിന്റെ യഥാർത്ഥമായ വിശദാംശങ്ങളിലേക്ക് വരുമ്പോ
പലയിടത്തും പല തകരാറുകളും കുഴപ്പങ്ങളും പാളിച്ചകളും സംഭവിച്ചിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. പരിശോധിക്കാം നമുക്ക്. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രമേ നമ്മൾ ആരാധിക്കാൻ പാടുള്ളൂ. ആരാധനയുടെ ഒരു വശവും അല്ലാഹുവിനല്ലാതെ അർപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഒരു പുത്തൻ വാദമല്ലല്ലോ. നമ്മളെല്ലാവരും അല്ലാഹുവിനെ നിസ്കരിക്കുന്നു, അല്ലാഹുവിന് നോമ്പ് നോൽക്കുന്നു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമേ നോമ്പ് നോൽക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമേ നിസ്കരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ, പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, അതൊരു പുത്തൻ വാദമാണോ? അല്ല, അല്ല. അല്ലാഹ്ക്ക് മാത്രം നിസ്കരിക്കാൻ പാടുള്ളൂ നമ്മൾ പറയണം. ഒരാൾ മൊയ്തീൻ ശൈഖിന് നിസ്കരിക്കാൻ പാടില്ല. ഒരാൾ ഇപ്പൊ നമ്മൾ മഗ്രിബ് നിസ്കരിച്ചു, ആ മഗ്രിബ് നമസ്കാരം അല്ലാഹുവിന് മാത്രമേ നിർവഹിക്കാൻ പാടുള്ളൂ, മുഹയ്യിദ്ദീൻ ശൈഖിന് അർപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിൽ വല്ല തകരാറുണ്ടോ? ഇല്ല. അതുപോലെ നിസ്കാരങ്ങളെല്ലാം അല്ലാഹുവിന്, മുഹയ്യിദ്ദീൻ ശൈഖിന് അർപ്പിക്കാൻ പാടില്ല. നോമ്പെല്ലാം അല്ലാഹുവിന്, ദിഫായി ശൈഖിന് അർപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിൽ വല്ല തകരാറും വല്ല കുഴപ്പവും ഉണ്ടോ? ഒരു കുഴപ്പമില്ല. ആരാധനയുടെ എല്ലാ വശങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ അർപ്പിക്കാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ അത് പ്രാർത്ഥനയും നമസ്കാരം പോലെ അല്ലാഹുവിന് മാത്രമേ അർപ്പിക്കാൻ പാടുള്ളൂ എന്ന് മുജാഹിദുകൾ പറയുമ്പോഴാണ് നമ്മുടെ ചില മുസ്ലിയാക്കന്മാർക്കൊക്കെ വിഷമമുണ്ടാകുന്നത്. പ്രാർത്ഥനയും അല്ലാഹുവിന് മാത്രമേ അർപ്പിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൽ സത്യത്തിൽ വല്ല വിഷമത്തിന്റെ ആവശ്യമുണ്ടോ? പ്രാർത്ഥന ആരാധനയാണല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതാണ്. അതുകൊണ്ട് നമസ്കാരം അല്ലാഹുവിന് മാത്രം അർപ്പിക്കുന്ന നമ്മൾ പ്രാർത്ഥനയും അല്ലാഹുവോട് മാത്രമേ നടത്താൻ പാടുള്ളൂ എന്ന് മുജാഹിദുകൾ സലഫികൾ ഈ സമൂഹത്തോട് പറയുന്നു. പിന്നെ വേറൊരു പ്രശ്നം, എന്തിന് മുജാഹിദുകൾ ഈ വിഷയം ഇത്ര പ്രാധാന്യത്തോടെ പറയുന്നു? നമ്മുടെ നാട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, എന്തെല്ലാം ചർച്ചകൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ ഇവര് ഇത്രയും പ്രാധാന്യത്തോടെ ഈ വിഷയം വളരെ ഗൗരവത്തോടെ മറ്റെല്ലാ വിഷയങ്ങളെക്കാളും പ്രാധാന്യത്തോടെ ഈ വിഷയം പറയുന്നു. എന്തുകൊണ്ട്? പല ആളുകളും സംശയിക്കുന്ന ഒരു സംശയമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ശരിക്കും മനസ്സിലാക്കുക, വാശയോ കക്ഷി വൈരാഗ്യമോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെടിഞ്ഞ് വളരെ നിഷ്പക്ഷമായി നമ്മൾ വിലയിരുത്തേണ്ട ഒരു കാര്യം. കാരണം ഇത് ഈ പരിപാടി സംഘടിപ്പിച്ചത് ഏതെങ്കിലും ഭൗതികമായ താല്പര്യത്തിലല്ല, ഏതെങ്കിലും ഭൗതികമായ താല്പര്യത്തിലല്ല, അല്ലെങ്കിൽ ആ നിലക്കുള്ള യാതൊരു നിലക്കുമല്ല ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് എന്ന് മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് അല്പം അറിയാവുന്ന എല്ലാ ആളുകൾക്കും, മുജാഹിദുകൾ അല്ലാത്ത ആളുകൾക്ക് വരെ അറിയാവുന്നതാണ്. കാരണം ഈ നാട്ടിൽ ആളുകളുടെ സപ്പോർട്ട് ലഭിക്കലാണ് ഇവർക്ക് ഉദ്ദേശമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ആൾക്കാർക്കൊക്കെ ഇഷ്ടമുള്ള വിഷയമല്ലേ നിങ്ങൾ പറയാ? ഇത് നിങ്ങൾക്ക് പലർക്കും ഇഷ്ടമില്ലാത്ത വിഷയം തന്നെ പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടല്ല, ഈ വിഷയം ഇത്രയും പ്രാധാന്യമുള്ളതാണ് എന്നതുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, നമ്മൾ മുസ്ലിം സഹോദരങ്ങൾ, നമ്മൾ നിസ്കരിക്കുന്നു, നമ്മൾ നോമ്പ് നോൽക്കുന്നു, അതുപോലുള്ള കുറെ ആരാധനാ കർമ്മങ്ങൾ ചെയ്യുന്നു, അമലുസ്വാലിഹാത്തുകൾ ചെയ്യുന്നു, അല്ലേ? എന്തിനാ ചെയ്യുന്നത്? റഹ്മാനായ റബ്ബ് അത് സ്വീകരിക്കണം, അതിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കണം, അങ്ങനെ സ്വർഗത്തിലെത്തണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്നാണ് നമ്മുടെ ആഗ്രഹം, മുജാഹിദിന്റെ ആഗ്രഹം, അല്ലാത്തവരുടെ ആഗ്രഹം, ഈ ആരാധനാ കാര്യങ്ങൾ ചെയ്യുന്ന ഓരോ മുസ്ലിമിന്റെയും ആഗ്രഹം, അല്ലേ? പക്ഷെ അല്ലാഹ് പറയണം, അല്ലാഹ് എന്ത് ചെയ്യൂല? ചില മനുഷ്യന്മാരുടെ നിസ്കാരം സ്വീകരിക്കൂല, ചില മനുഷ്യന്മാരുടെ നോമ്പ് സ്വീകരിക്കൂല, ചില മനുഷ്യന്മാരുടെ മറ്റു ആരാധനാ കർമ്മങ്ങൾ ഒരു പ്രവർത്തനവും സ്വീകരിക്കൂല. ആരുടേതെന്ന് അറിയാമോ? അല്ലാഹു പറയുന്നത്
വലഖദ് ഊഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നബിയേ, നിങ്ങൾക്ക് വഹി നൽകപ്പെട്ടിട്ടുണ്ട്. നബിയേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറയാൻ, നിങ്ങൾക്ക് വഹി നൽകപ്പെട്ടിട്ടുണ്ട്. വഇലൽ ലദീന മിൻ ഖബ്ലിക, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാർക്കും നൽകപ്പെട്ടിട്ടുണ്ട്. ലഇൻ അശ്റക്ത, നബിയേ നിങ്ങൾ അല്ലാഹുവിൽ പങ്കു ചേർത്താൽ, ലയഹ്ബതന്ന അമലുക, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ബാത്തിലായി പോകും നബിയേ. നിങ്ങളുടെ നിസ്കാരം സ്വീകരിക്കപ്പെടില്ല നബിയേ, നോമ്പ് സ്വീകരിക്കപ്പെടില്ല നബിയേ, ഒരു പ്രവൃത്തിയും സ്വീകരിക്കപ്പെടില്ല നബിയേ. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നിങ്ങൾ അങ്ങേറ്റ നഷ്ടക്കാരിൽ പെട്ടുപോകും നബിയേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. നോക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനങ്ങൾ ശിർക്ക് ചെയ്താൽ അല്ലാഹ് സ്വീകരിക്കൂല എന്ന് അല്ലാഹ് പറയുമ്പോ നമ്മുടെ പ്രവർത്തനങ്ങളുടെ സ്ഥിതി എന്താണെന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ആ പ്രവർത്തനം സ്വീകരിക്കണ്ടേ സഹോദരങ്ങളെ? സ്വീകരിക്കണം. അതിന് അടിസ്ഥാനപരമായി നമ്മൾ സ്വീകരിക്കേണ്ട മാർഗമാണ് തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിൽ തെറ്റുപറ്റാൻ പാടില്ല. അതിൽ തെറ്റുപറ്റിയാൽ പിന്നെ ഒരു പ്രവൃത്തിയും സ്വീകരിക്കൂല സഹോദരങ്ങളെ. അത്ര ഗൗരവമുള്ളതുകൊണ്ടാണ് മുജാഹിദുകൾ ഈ വിഷയം ഇത്ര പ്രാധാന്യത്തോടെ പറയുന്നത്. പറഞ്ഞു കൊടുക്കണ്ടേ ഇത്? നമ്മുടെ നാട്ടിൽ മുസ്ലിയാക്കന്മാർ ഉസ്താദുമാർ പറയോ? അവർ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അല്ലാഹുവിൽ പങ്കു ചേർത്താൽ ആ മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമായി പോകുമെന്ന് മുസ്ലിയാക്കന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ടോ? വളരെ കുറവായിരിക്കും അല്ലേ? മുജാഹിദ് പ്രസ്ഥാനമാണ് അതിൻ്റെതായ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ആ വിഷയം ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ ആരാധനകളെല്ലാം ചെയ്യാൻ പാടുള്ളൂ. അത് പ്രാർത്ഥനയായിരുന്നാലും മറ്റെന്തായിരുന്നാലും എല്ലാ ആരാധനകളും അല്ലാഹുവിന് മാത്രമേ അർപ്പിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു തകരാറും സത്യത്തിൽ അതിലില്ല. ഇത് പറയുമ്പോൾ മുജാഹിദുകൾക്കെതിരെയുള്ള ഒരു ആരോപണം എന്താണ്? മുജാഹിദുകൾ മുസ്ലിങ്ങളെ മുശ്രിക്കാക്കുന്നു എന്നാണ് അല്ലേ? മുജാഹിദുകൾ മുസ്ലിങ്ങളെ മുശ്രിക്കാക്കുന്നു. ഇല്ല, മുശ്രിക്കാക്കുന്നില്ല. അങ്ങനെയുള്ള പരിപാടി തന്നെ മുജാഹിദുകൾക്കില്ല. ഒരാളെങ്കിലും ശിർക്കിന് രക്ഷപ്പെടുത്താൻ കഴിയോ എന്നാണ് മുജാഹിദുകൾ ആഗ്രഹിക്കുന്നതും ആലോചിക്കുന്നതും. അങ്ങനെ രക്ഷപ്പെടുത്താനുള്ള പരിപാടികളുമായിട്ടാണ് മുജാഹിദുകൾ പോകുന്നത്. അല്ലാതെ മുശ്രിക്കാക്കലല്ല, കാഫിറാക്കലല്ല മുജാഹിദുകളുടെ പരിപാടി എന്ന് ഇപ്പോഴെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം. നോക്കൂ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അത് ശിർക്കാണ്. അല്ലാഹ് തന്നെ പഠിപ്പിച്ചതല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ വേണ്ടി, പ്രഖ്യാപിക്കാൻ വേണ്ടി അല്ലാഹ് പറഞ്ഞതെന്താ? ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. റസൂലേ, നിങ്ങൾ ജനങ്ങളോട് പറയുക, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കൂ. വലാ ഉശ്രികു ബിഹി അഹദാ, മറ്റാരോടെങ്കിലും പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ റബ്ബിൽ ഞാൻ ലാ ഉശ്രികു, ഞാൻ ശിർക്ക് ചെയ്യൂല. അപ്പൊ അല്ലാഹുവോടല്ലാതെ പ്രാർത്ഥിച്ചാലോ ശിർക്കാണ്. ആ ശിർക്ക് ഞാൻ ചെയ്യൂല. അല്ലാഹുവോട് മാത്രമേ ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കുകയുള്ളൂ. അല്ലാഹ് പറഞ്ഞില്ലേ, വ അന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. പള്ളികളെല്ലാം അല്ലാഹുവിനുള്ളതാണ്, അതുകൊണ്ട് അവന്റെ കൂടെ മറ്റാരോടും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. അത് അമ്പിയാക്കളോടും പറ്റൂല, ഔലിയാക്കളോടും പറ്റൂല. അല്ലാഹു സുബ്ഹാനഹു വ തആലയല്ലാതെ മറ്റാരോടും മറ്റൊന്നിനോടും, അത് കല്ലായാലും മരമായാലും അതുപോലെ തന്നെ അമ്പിയാക്കളായാലും ഔലിയാക്കളായാലും സുദീഖുകളായാലും സ്വാലിഹീങ്ങളായാലും അല്ലാഹു സുബ്ഹാനഹു വ തആലയല്ലാത്ത ആരോടും ഒന്നിനോടും പ്രാർത്ഥിക്കാൻ പാടില്ല. ഇത് പഴയ കാലത്തെ മുസ്ലിയാക്കന്മാർ വരെ സമ്മതിച്ചിട്ടുണ്ട്. അറിയോ? ഇത് അൽ ഖൗലു സദീദു ഫീ റദ്ദി തൗഹീദ് എന്ന പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ എന്ന് പറയുന്ന സുന്നി പണ്ഡിതൻ, പഴയകാല പണ്ഡിതനാണ്. ഇയാൾ പറയുന്ന നോക്കൂ നിങ്ങൾ, അല്ലാഹു അല്ലാത്ത ഏതൊരു വസ്തുവിനെയും
അത് നബിയാവട്ടെ, വലിയാവട്ടെ, കല്ലാവട്ടെ, മരമാവട്ടെ ആരാധിക്കുന്നതും അതിനോട് പ്രാർത്ഥിക്കുന്നതും ശിർക്കാണെന്ന് വിശ്വസിക്കാത്ത ഒരു മുസ്ലിമും ഇല്ല. എങ്ങനെ? കല്ലാവട്ടെ, മരമാവട്ടെ, നബിയാവട്ടെ, വലിയാവട്ടെ, അല്ലാഹു അല്ലാത്ത ഈ പറഞ്ഞ എന്തിനോടും ഏതിനോടും അതിനെ ആരാധിക്കുന്നതും അതിനോട് പ്രാർത്ഥിക്കുന്നതും ശിർക്കാണെന്ന് വിശ്വസിക്കാത്ത ഒരു മുസ്ലിമും ഇല്ല. എല്ലാ മുസ്ലിമിന്റെയും വിശ്വാസം കല്ലിനോട് പ്രാർത്ഥിച്ച ശിർക്കാണ് എന്നാണ്, മരത്തോട് പ്രാർത്ഥിച്ച ശിർക്കാണ് എന്നാണ്, നബിയോട് പ്രാർത്ഥിച്ച ശിർക്കാണ് എന്നാണ്, വലിയനോട് പ്രാർത്ഥിച്ചാൽ ശിർക്കാണ് എന്നാണ്. പക്ഷെ നമ്മളെ മുസ്ലിയാക്കന്മാര് പഠിപ്പിക്കുന്നതോ, അവര് പറയുന്നത്, നമ്മളെ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്ന് പറയുന്ന മുസ്ലിയാര് അയാൾ എഴുതിയ 1-2 പുസ്തകങ്ങളിൽ ഒരേ ചോദ്യം ഒരേ ഉത്തരം, മൊഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാത്മാക്കളോട് വിളിച്ചു പ്രാർത്ഥിക്കൽ അനുവദനീയമാണോ? ഉത്തരം അനുവദനീയമാണ്. റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ പറഞ്ഞതോ, അത് ശിർക്കാന്ന് വിശ്വസിക്കാത്ത ഒരു മുസ്ലിമും ഇല്ല. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറഞ്ഞത്, അയാളുടെ ഈ പുസ്തകത്തിൽ പറഞ്ഞത്, ശിഥിലതന്ത്രങ്ങൾ ശാന്തി മന്ത്രങ്ങൾ ഈ പുസ്തകത്തിൽ പറഞ്ഞത്, ഫതാവ മുഹീസുന്ന എന്ന് പറഞ്ഞ വേറെ പുസ്തകത്തിലും പറഞ്ഞത്, അല്ലാഹുവോടല്ലാതെ മൊഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ എന്നിങ്ങനെ മരിച്ചുപോയ മഹാത്മാക്കളോട് വിളിച്ചു പ്രാർത്ഥിക്കൽ അനുവദനീയമാണോ ചോദിച്ചപ്പോ അനുവദനീയമാണ്. ആലോചിച്ചു നോക്കണം. ഖുർആൻ പഠിപ്പിച്ചത് അല്ലാഹുവോട് പ്രാർത്ഥിക്കാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതും അല്ലാഹുവോട് പ്രാർത്ഥിക്കാൻ. അല്ലാഹുവോടല്ലാതെ പ്രാർത്ഥിച്ച ശിർക്കാണ് എന്ന് മുജാഹിദീങ്ങൾ പറഞ്ഞാൽ കണ്ടോ, മുസ്ലിങ്ങളെ മുശ്രിക്കാക്കുന്നു എന്നാണ് ആരോപണം. ഇവിടെ നമ്മുടെ മുമ്പ് പ്രസംഗിച്ച ഒരു സഖാഫി മുസ്ലിയാര് ചില ക്ലിപ്പുകളൊക്കെ ഇട്ടുകൊണ്ട് പ്രസംഗിച്ചു. അതില് മുജാഹിദുകൾ കണ്ടോ മുശ്രിക്കാക്കുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് ക്ലിപ്പിട്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇന്നത് ശിർക്ക് എന്ന് പറയുക, അതാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തിൽ ചെയ്യുന്നത്. ഇന്നാള് മുശ്രിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആളെ വ്യക്തിപരമായി മുശ്രിക്കാക്കുന്ന പരിപാടിയല്ല മുജാഹിദീങ്ങൾക്കുള്ളത്. ഇനി നിങ്ങൾ ചില ഭാഗങ്ങൾ സ്ക്രീനിൽ കാണാൻ പോവുകയാണ്. എന്താണെന്നറിയോ, നമ്മൾ ഇന്നത് ശിർക്കാണ് എന്ന് മുജാഹിദുകൾ ഈ സമൂഹത്തോട് പറയുമ്പോ അത് ജനങ്ങളെ മുശ്രിക്കാക്കലാണ് എന്ന് മുസ്ലിയാക്കന്മാർ ഈ നാട്ടിൽ പ്രചരിപ്പിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മൂത്തേടം റഹ്മത്തുള്ള ഖാസിമി, നിങ്ങൾക്ക് പലർക്കും പരിചയമുണ്ടോ? ഈ ഖാസിമി പറഞ്ഞ കുറെ കാര്യങ്ങൾ അണിഞ്ഞ് കാണാൻ പോകണം. ഒരു 4-5 എണ്ണം ഒന്നിച്ചല്ല, ഓരോ നമുക്ക് കഴിഞ്ഞിട്ട് കാണാം. എന്താണെന്നറിയോ, ഖാസിമി പറയാണ്, മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ കുറെ ശിർക്ക് ചെയ്യുന്ന മനുഷ്യന്മാരുണ്ട്. ഖാസിമി എത്ര ആളെ മുശ്രിക്കാക്കി നിങ്ങൾ ആലോചിക്കണം. മൂപ്പര് പറയാണ്, ചില ആളുകളുണ്ട് ഈ പക്ഷികളെയും കൊണ്ട് നടക്കും, പക്ഷികളെയും കൊണ്ട് നടക്കുന്ന ആൾക്കാർ, എന്നിട്ട് ഇങ്ങനെ കൈനോട്ടം മറ്റൊക്കെ പറഞ്ഞിങ്ങനെ കൊണ്ടു നടക്കുന്ന ആൾക്കാർ. ഇത് അമുസ്ലിങ്ങളായ ആളുകൾ ചെയ്യുന്നുണ്ട്, അതിന്റെ പിന്നാലെ പോകുന്നുണ്ട്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല, അവരുടെ ആഭ്യന്തര കാര്യത്തിൽ ഞാൻ കൈവെക്കുന്നില്ല. മുസ്ലിങ്ങൾ തന്നെ ചെയ്യുന്നുണ്ട്. ഇത് തനിച്ച ശിർക്കിന്റെ ഭാഗമാണ്. ഇത് തനിച്ച ശിർക്കിന്റെ ഭാഗമാണ്. അതാരാ ചെയ്യുന്നത്? അമുസ്ലിങ്ങളായ ആളുകളുണ്ട്. അത് ഞാൻ നോക്കുന്നില്ല, അതിലേക്ക് കടക്കുന്നില്ല. മുസ്ലിങ്ങൾ തന്നെ ചെയ്യുന്നുണ്ട്. ഖാസിമി എത്ര ആളെയാണ് മുശ്രിക്കാക്കിയെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം. ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. പക്ഷിയെ അവലംബിക്കുന്ന മാർഗങ്ങൾ നമ്മളിലും വരുന്നുണ്ട്. ഉദാഹരണം പറയാ, പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നു, അതിൽ വലിയ കൂടുതൽ ആ വിഷയത്തെ ആശ്രയിച്ചിരുന്നത് നമ്മളെ സമുദായത്തിലെ ഇപ്പോഴും ഉണ്ട്. ആ ബസ് സ്റ്റാൻഡിലൊക്കെ ചിലപ്പോൾ കാണാല്ലേ, അങ്ങനെയല്ലേ ഉണ്ടല്ലോ, എന്ത് ചില ആളുകൾ ഈ തത്തയും കൊണ്ട് നടക്കും. എന്നിട്ട് അവരുടെ കയ്യിൽ കുറെ ഈ ചീട്ടുകൾ ഉണ്ടാവും. എന്നിട്ട് ഏതെങ്കിലും ഒരു ചീട്ട് ഇത് തപ്പിയെടുത്താല് അത് നോക്കിയിട്ട് ഇങ്ങനെ കിറുകിറൂന്ന് പറഞ്ഞിട്ട് പറയും ഈ പെണ്ണുങ്ങൾ എങ്ങനെ ഇരുന്നിട്ട്, അല്ലെങ്കിൽ ആണുങ്ങൾ. ഇന്ന് കണ്ടിട്ടില്ലേ നിങ്ങൾ അതും കണ്ടിട്ടില്ലേ? ഈ സാധുവായ ഒക്കെ ഞാൻ തന്നെ കാണണം. നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങളിത് ആലോചിക്ക്, ഇതൊക്കെ ഇന്നും നടപ്പുണ്ട്. എന്നിട്ട് ഈ പക്ഷിയെ ഒരു പക്ഷിതാ നോക്കി ഒന്ന് തെരഞ്ഞെടുത്തു. എന്നിട്ട് ആ പക്ഷി തെരഞ്ഞെടുത്ത ആ ചീട്ട് നോക്കിയിട്ട് ഇയാൾ ഇങ്ങനെ വിശദീകരിക്കും. അതിനനുസരിച്ച് ഇയാൾ ഇങ്ങനെ ഈ ചീട്ട് നോക്കിയിട്ട് ഇയാൾ വിശദീകരിക്കും കാര്യങ്ങളൊക്കെ. എന്താ ചീട്ടിലെഴുതിയത്? അത് ലൗഹുൽ മഹ്ഫൂദിൽ നിന്നുള്ള രേഖയില്ല. ഇയാളെ നുണയാത്താകുന്നു. ഏത് ചീട്ടെടുത്താലും ഇയാൾ പറയാൻ പോണത് അതന്നെയാണ്. എല്ലാ ഷീട്ടെടുത്താലും നമ്മളെ ഷീട്ട് എടുത്ത് നോക്കുമ്പോൾ ഒക്കെ ക്ലിയർ ആണെന്നാ പറയാ. മറ്റൊന്ന് ഷീട്ട് എടുത്താലോ അതും ക്ലിയർ തന്നെ. ഏത് ഷീട്ടാ ക്ലിയർ ഇല്ലാത്തത്?
പിന്നെ അവസാനം ഉടക്ക് വെക്കുന്ന ചില ഷീട്ടുകൾ ഉണ്ടാവും, അതിന് പിന്നെ പൈസന്റെ വല്ല വിഷയം ഉണ്ടാവും. വലിയ ചില വിഷയങ്ങൾ, രാഹുകാലം, ഗുളിക കാലം, ചില വിഷയങ്ങൾക്ക് ചില അബദ്ധങ്ങൾ, ശനിയൊക്കെ വല്ലാതെ കയറി വരുന്നുണ്ട്. അതിന് ചില പൂരാവിധികളൊക്കെ ഉണ്ട്. നിങ്ങൾ പൈസ മുടക്കുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ശനിദശ മാറിക്കിട്ടും എന്ന് വേണമെങ്കിൽ അവർ പറയും ചെയ്യും. അപ്പൊ പുതിയ ഒരു പൈസക്ക് അവിടെ വേദിയും ഒരുങ്ങും. ഇത് മുസ്ലിമീങ്ങളാണ് ചെയ്യുന്നത്, മറ്റവരെ കാര്യമല്ല. മറ്റുള്ളവരുടെ ആഭ്യന്തരത്തിൽ ഞാൻ കൈവെക്കുന്നില്ല, ഇത് തനിച്ച ശിർക്കിന്റെ ഭാഗമാണ്. ഇത് മുസ്ലിമീങ്ങളാണ് ചെയ്യുന്നത്, മറ്റവരെ കാര്യമല്ല. മറ്റുള്ളവരുടെ ആഭ്യന്തരത്തിൽ ഞാൻ കൈവെക്കുന്നില്ല, ഇത് തനിച്ച ശിർക്കിന്റെ ഭാഗമാണ്. അപ്പോ ഇത് മുസ്ലിങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്, അമുസ്ലിങ്ങളായ ആളുകൾ ചെയ്യും, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല, അത് ഞാൻ കൈവെക്കുന്നില്ല. മുസ്ലിങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്, ഇത് തനിച്ച ശിർക്കിന്റെ ഭാഗമാണ്. അല്ലേ? അപ്പൊ ഈ തനിച്ച ശിർക്കിന്റെ ഭാഗം മുസ്ലിങ്ങൾ ചെയ്യുന്നുണ്ട്. എത്ര ആളെ ഇപ്പൊ നമ്മളെ കാസിമി മുശ്രിക്കാക്കി? മുജാഹിദുകൾ ചെയ്യുന്നതോ ഇതേ സംഗതി. മുശ്രിക്കാക്കിയല്ല, ഇയാൾ മുശ്രിക്കാക്കിയ അല്ല, ഇന്ന ശിർക്കാന്ന് പറഞ്ഞു. മുജാഹിദുകൾ ചെയ്യുന്നു, അതാ ഇന്ന സംഗതി ചെയ്താൽ ശിർക്കാണ്. അപ്പോ മുസ്ലിങ്ങളിൽ തന്നെ ശിർക്ക് വരാം എന്നാണ് നമ്മളെ ഖാസിമി പറഞ്ഞത്. അല്ലേ അല്ലേ പ്രിയമുള്ളവരെ? ഇതല്ലേ ഞങ്ങൾ ഈ സമൂഹത്തോട് പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾ ഈ സമൂഹത്തെ മുശ്രിക്കാക്കുകയാണ്, ഈ ഖാസിമി ചെയ്ത് മുശ്രിക്കാക്കുകയാണെന്ന് പറയണ്ടേ? നമ്മളെ സഖാഫി പറയോ? ഇവിടെ വന്ന സഖാഫിയായിട്ട് വേറെ ഏതെങ്കിലും സഖാഫിമാർ പറയോ ഖാസിം മുശ്രിക്കാക്കുക ചെയ്ത മുസ്ലിങ്ങളെ? ഇനി അടുത്തൊരു ഭാഗം നിങ്ങൾ കാണുക. മൂപ്പര് പറയാണ്, ഇന്ന് നാം ഇവിടെ ചർച്ചയ്ക്ക് വെക്കുന്ന വിഷയം, ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം ശിർക്കിന്റെ വിവിധ മുഖങ്ങൾ എന്നതാണ്. ഇവർ പറയാൻ പോവാ, ശിർക്കിന്റെ വിവിധ മുഖങ്ങൾ എന്നതാണ് ചർച്ചാ വിഷയം. അതിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ആരെയാണ്? അമുസ്ലിങ്ങളെയല്ല, മുസ്ലിങ്ങളെ തന്നെയാണ് ഞാനിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം മുസ്ലിങ്ങൾ തന്നെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് നിന്ന് ബഹുദൂരം അകന്നു പോയിട്ടുണ്ട്. മുസ്ലിങ്ങൾ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് നിന്ന് അകന്നു പോയിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് മുസ്ലിങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ക്ലാസ് എടുത്തു കൊടുക്കുകയാണ് ഖാസിമി ചെയ്യുന്നത്. ഖാസിമി ജനങ്ങളെ മുശ്രിക്കാക്കാണോ അല്ലേ എന്ന വിഷയം നിങ്ങൾ ശ്രദ്ധിക്കൂ. ഇന്നിവിടെ പറയുന്ന വിഷയം ശിർക്കിന്റെ വിവിധ മുഖങ്ങൾ എന്ന. പല ആളുകളുമായും ഇത് സ്പർശിക്കാൻ സാധ്യതയുണ്ട്, പല മതങ്ങളുമായും ഇത് ബന്ധപ്പെടും. എന്നാൽ ഇത് ബന്ധപ്പെടുത്തുന്നത് സത്യത്തിൽ മുസ്ലിമീങ്ങളുമായി മാത്രമാണെന്ന് സാന്ദർഭികമായി ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ മതങ്ങൾക്കും അവരുടെ അധ്യാപകരുണ്ട്, അവരവർ പഠിപ്പിക്കേണ്ടതാണ്. മറ്റുള്ള കാര്യമൊക്കെ വിശദമായി ഇന്നലെ നാം ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഏതെങ്കിലും ഒരു മതത്തെ നോവിക്കണമെന്ന ഉദ്ദേശ്യം ഇല്ല, അതിനു വേണ്ടിയുള്ള ഒരു പ്രവർത്തനവുമല്ല ഇത്. പകരം മനുഷ്യനുമായി അടുപ്പിക്കുന്ന ഒരു സേവനമാണ്. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വക്താക്കളായ മുസ്ലിമീങ്ങൾ വളരെ കനപ്പെട്ട ആ യാഥാർത്ഥ്യത്തിൽ നിന്ന് അടുത്ത കാലഘട്ടത്തിൽ അകന്നുകൊണ്ടിരിക്കുന്നു എന്ന ഒരു ചിന്തയാണ് ഇങ്ങനെ ഒരു പ്രഭാഷണത്തിന്, ഇങ്ങനെ ഒരു വിഷയത്തെ ഒരു ദിവസത്തെ പ്രഭാഷണമാക്കിയത് എന്ന് ഞാനിവിടെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തും. അപ്പോൾ പല ആളുകളെയും അത് ബന്ധപ്പെട്ടാലും, പല പ്രത്യയശാസ്ത്രങ്ങളുമായും അത് ബന്ധപ്പെട്ടാലും ഒന്നും ആരെയും വേദനിപ്പിക്കാനുള്ള മനഃപൂർവ്വമല്ല. എല്ലാ വിഭാഗങ്ങളിലെയും ആളുകളെ നാം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇസ്ലാമിന് അതിൻ്റെതായ ഒരു ചട്ടക്കൂടുണ്ട്, അതെല്ലാ മതങ്ങൾക്കും ഉണ്ടാകുമല്ലോ. ഇസ്ലാം എന്ന അള്ളാഹുവിൻ്റെ പ്രകൃതിയുടെ വരദാനമാണ് ദീനുൽ ഇസ്ലാം. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹു സ്വീകരിക്കുന്ന മതം ഇസ്ലാമാണെന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അത് പറയാൻ വേണ്ടിയാണ് മഹായോഗികൾ ഈ ഭൂമുഖത്ത് വന്നിട്ടുള്ളത്. അതാണ് പ്രവാചകന്മാർ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഏറ്റവും മഹത്തായ സത്യം. അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ബഹുമാനപ്പെട്ട മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനപരമായ സിദ്ധാന്തങ്ങളുമായി മുസ്ലിമീങ്ങൾ അകന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സാന്ദർഭികമായി പലപ്പോഴും ഈ പ്രഭാഷണത്തിൽ ചിലപ്പോൾ മുസ്ലിമീങ്ങളെ തന്നെ നോവിക്കാൻ സാധ്യതയുണ്ട് എന്നുകൂടി ഞാനിവിടെ പറയും. ഞാൻ സത്യത്തിൽ നോവിക്കാൻ ഉദ്ദേശിക്കുന്നത് മുസ്ലിമീങ്ങളെയും തന്നെയാണ്. വൽയകുൻ ഫീഹി മാ യകൂൻ, അതുകൊണ്ട് എന്ത് വന്നാലും വേണ്ടില്ല എന്നിടത്താണ് ഇപ്പോൾ ഞാനുള്ളത്.
എല്ലാ കൊല്ലവും ഇങ്ങനെ ഒരു പ്രഭാഷണത്തിന് ആള് കൂടണം എന്ന നിർബന്ധമൊന്നും എനിക്കില്ല. കൂടിയ ജനങ്ങളോട് സത്യം പറയണം എന്ന ഉദ്ദേശം മാത്രമേ. എല്ലാവർക്കും ഓരോ തലോടൽ കൊടുക്കുന്നതിന് മുമ്പ് ചിലപ്പോഴൊക്കെ അതിനപ്പുറം പ്രഹരം നൽകേണ്ടി വരും. അപ്പൊ കാസിമി എന്താ പറഞ്ഞത്? മുസ്ലിങ്ങൾ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ നിന്ന് അകന്നു പോകുന്നുണ്ട്, അതുകൊണ്ടാണ് ശിർക്കിന്റെ വിവിധ മുഖങ്ങൾ എന്ന വിഷയം ഞാൻ തെരഞ്ഞെടുത്തത്. എണ്ണിക്കോ, രണ്ടെണ്ണായി. കാസിമി എത്ര ആൾക്കാരെ മുശ്രിക്കാക്കിയത്? മുജാഹിദുകൾ ഈ സമൂഹത്തോട് പറയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ തന്നെ മുസ്ലിം സമൂഹത്തിലെ പല ആളുകളും ശിർക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ആ ശിർക്കിന്ന് രക്ഷപ്പെടണം, യഥാർത്ഥ തൗഹീദിലേക്ക് വരണം എന്ന് ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ മുശ്രിക്കാക്കി. എന്നാ കാസിമി എത്ര ആളെ ഇപ്പൊ മുശ്രിക്കാക്കിയത്? രണ്ടെണ്ണായല്ലോ. ഇനി അടുത്തത് എന്താണ് മൂപ്പർ പറയണം? നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങൾ എന്ത് ചെയ്തു? ഒരു മിംഗ്ലിംഗ് സൊസൈറ്റിയിൽ, അതായത് മുസ്ലിങ്ങളും അല്ലാത്തവരും ഉള്ള ഒരു സമൂഹത്തിൽ ജീവിക്കുന്നതിനാൽ ആ ശിർക്കിന്റെ അവശേഷിപ്പ് അതിന്റെ അംശങ്ങൾ മുസ്ലിങ്ങളിലേക്കും കടന്നു വന്നിട്ടുണ്ട്. ഇങ്ങനെ മുസ്ലിങ്ങളിലേക്കും ബഖിയാത്തു ശിർക്ക് അത് കടന്നു വന്നിട്ടുണ്ട് എന്നാര് പറയാണ്? നമ്മളെ കാസിമി വിശദീകരിക്കുന്നു. ഞാൻ പറയുന്നത് കേൾപ്പിക്കുന്നതിനാ ചോദിച്ചാൽ ഞങ്ങൾ ഇത് പറഞ്ഞ ഞങ്ങൾ മുശ്രിക്കാക്കുക എന്ന് പറയും. എന്നാ കാസിമിയോ? മൂന്നാമത്തെ കണ്ടോളൂ നിങ്ങൾ. നല്ലോണം ചിന്തിക്കണം. മഴ പെയ്തതിന്റെ പിറ്റേന്ന് രാവിലെ നമുക്കൊക്കെ ഉള്ള ഒരു സുഖക്കടാണ്. തിരുവാതിരന്റെ ആഘോമ്പറവും വിഷുവിന്റെ അല്ലേ അങ്ങനല്ലേ പറയാറില്ലേ? വിഷുവിന്റെ ആഘോമ്പറവും ഇതൊക്കെ സത്യത്തിൽ ഈ സെക്യുലർ സൊസൈറ്റിയിൽ വന്നു പോയത് ശിർക്കിന്റെ അഹലുകാരുമായി കൂടി താമസിച്ചപ്പോ ബഖിയത്തു ശിർക്ക് നമ്മളിലേക്ക് കടന്നു വന്നതാണ്. ആ ശിർക്ക് നമ്മളിലേക്ക് കയറി വന്നതാണ്. നിങ്ങളിത് ചിന്തിക്കണം. ഒരു മിംഗ്ലിംഗ് സൊസൈറ്റിയുടെ മധ്യത്തിൽ ജീവിച്ചു. നോക്കൂ നിങ്ങൾ, വളരെ പ്രധാനമായ ഒരു കാര്യം. അങ്ങനെയാണല്ലോ കാര്യം. ഒരു മിംഗ്ലിംഗ് സൊസൈറ്റിയിലായതുകൊണ്ട് ശിർക്കിന്റെ അംശങ്ങൾ അത് മുസ്ലിം സമൂഹത്തിലേക്കും കടന്നു വന്നു. കണ്ടോ, മുസ്ലിങ്ങളെ മുശ്രിക്കാക്കിയോ ഇയാള്? ഈ പണിയല്ലേ ഞങ്ങൾ ചെയ്യണ കൂട്ടരെ? ശിർക്ക് ഇന്നതാന്ന് പറഞ്ഞു കൊടുക്കുക, ശിർക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞു കൊടുക്കുക, അതിന്റെ ഗൗരവം ഇത്രത്തോളം ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുക. ഇതല്ലേ മുജാഹിദുകൾ ചെയ്യുന്നത്? അപ്പൊ സഹോദരങ്ങളെ, ഇതിന്റെ പേരിൽ ഞങ്ങളെ നിങ്ങൾ ആക്ഷേപിക്കുകയാണെങ്കിൽ, ഞങ്ങളുടെ മുശ്രിക്കാക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ ഇയാളും തുടങ്ങിയില്ലേ? അപ്പോ അത് മുശ്രിക്കാക്കലാണോ? അല്ല, ഇല്ലേ, ശിർക്കാന്ന് പറയലല്ലേ? അതെ. ഇനി നോക്ക്, നമ്മുടെ നാട്ടിലെ മുസ്ലിം പെണ്ണുങ്ങളെ, സ്ത്രീകളെ മൂപ്പര് ഇതേപോലെ പറയുന്നുണ്ട്. ഞങ്ങളാണിത് പറഞ്ഞെങ്കിൽ എന്താ പറയാ? കണ്ടോ, നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങളെ മുശ്രിക്കാത്താക്കി എന്ന് പറയും. മൂപ്പര് പറയാണ്, എന്താണ് നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ? പലയിടത്തും ചെന്ന് കുമ്പിടുന്നു, അതുപോലെ പല പാദങ്ങളും പോയി ചുംബിക്കുന്നു. ആര്? മക്കനയിട്ട മുസ്ലിം പെണ്ണുങ്ങൾ. മക്കനയിട്ട മുസ്ലിം പെണ്ണുങ്ങൾ ഊബർ പറയാണ്, വഖദ് അശ്റകത് ബില്ലാഹ്, വഖദ് അശ്റകത് ബില്ലാഹ്. ആ എന്താ അർത്ഥം? ആ പെണ്ണ് അല്ലാഹുവിൽ പങ്കു ചേർത്ത് പോയി. കേട്ടാളി, എല്ലാ മഠങ്ങളുടെയും പിന്നാലെ മുസ്ലിമീങ്ങൾ കൊണ്ടുപോയി കാണിക്ക വെക്കും. ആ ദൈവങ്ങളുടെ കാലിനോട് പിന്നിൽ ചുംബിക്കും മനുഷ്യൻ. മൊക്കനയിട്ട കോഴിക്കോട്ടെ മൊക്കനക്കാരികൾ വരെ കഴിഞ്ഞ കൊല്ലം മനോരമ ആഘോഷമാക്കിയില്ലേ? കേരളത്തിലെ പ്രഗത്ഭമായ പത്രങ്ങളിൽ പലരും ആഘോഷമായി പത്രങ്ങളിൽ വാർത്ത വന്നില്ലേ? ഒരാൾ ദൈവത്തെ, ഒരു മുസ്ലിം മുഖമക്കനയിട്ട മുസ്ലിം പെണ്ണ് കാലിന്റെ ചുവട്ടിൽ ചുംബിക്കുന്നു. എന്റെ ആ പാദം പൂജനീയമാണെന്ന് മനസ്സിലാക്കുന്നു. ആ പാദത്തിന്റെ ചുവട്ടിലാണ് ഉപകാരമുള്ളതും ഉപദ്രവത്തെ തടയുമെന്നതും വിശ്വസിക്കുന്നു. മനുഷ്യന്മാരെ, ഫഖദ് അശ്റകത് ബില്ലാഹ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മനുഷ്യരെ, എന്തിനാണ് 5 വഖത്ത് വെറുതെ നിസ്കരിക്കുന്നത്? നിസ്കരിച്ചവർ നരകത്ത് പോയി എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ? ഫവൈലുൻ ലിൽ മുസല്ലീൻ. നിസ്കരിച്ച് നരകത്തിൽ പോയവരെ പറ്റി ഖുർആൻ പറഞ്ഞിട്ടില്ലേ? അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. മുസ്ലിം പെണ്ണുങ്ങൾ, മക്കനയിട്ട പെണ്ണുങ്ങൾ, വഖദ് അശ്റകത് ബില്ലാഹ്. ഇതെങ്ങാനും നമ്മളാരെങ്കിലും പറഞ്ഞ എന്തേക്കാരം പടേ അല്ലേ? കണ്ടോ, മുസ്ലിം പെണ്ണുങ്ങളെ താത്താരൊക്കെ പാടെ മുശ്രിക്കാത്താക്കി എന്ന് പറഞ്ഞ് മൊയ്ലിയമാർക്ക് 1/2 മണിക്കൂർ. അതാ കാസിമി ഉള്ളത് പറഞ്ഞല്ലേ? മക്കനട്ട് എന്നുള്ളതുകൊണ്ട് ശിർക്ക് ചെയ്താൽ ശിർക്കാക്കുവോ? 5 നേരം നിസ്കരിക്കണ്ട ഉപർ പറഞ്ഞില്ലേ? ആ നിസ്കാരം വെറുതായി പോയില്ലേ? നിസ്കരിച്ചിട്ട് നരകത്ത് പോയ മനുഷ്യന്മാരില്ലേന്നാ പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പൊ ആ നിലക്ക്
മുശ്രിക്കാത്താണ് ആ പെണ്ണുങ്ങള്, അഥവാ മക്കനയിട്ട പെണ്ണുങ്ങൾ. നമ്മുടെ നാട്ടിൽ മക്കനിട്ട പെണ്ണുങ്ങൾ ഏതാ? ലായിലാലിന്റെ ചെല്ലിയ പെണ്ണുങ്ങളല്ലേ അല്ലേ? ആ പെണ്ണുങ്ങൾ, മുസ്ലിം സമൂഹത്തിലെ പെണ്ണുങ്ങൾ, അവർ ശിർക്ക് ചെയ്തു. വഖദ് അശ്റകത് ബില്ലാഹ്, ശിർക്ക് ചെയ്തു. നമ്മളെ സഖാഫിക്ക് എന്ത് പറയാണ്ട്? ഇയാൾ എത്ര ആളെ മുശ്രിക്കാത്താക്കി? ഇനി ഉപർ പറയാൻ പോകുന്നത്, ഹജ്ജ് ചെയ്ത ഹാജിമാര് വരെ ശിർക്ക് ചെയ്തവരുണ്ട്. മുജാഹിദ് ബാലുശ്ശേരിയെ പറ്റി പറഞ്ഞ വലിയൊരു കംപ്ലൈന്റ് എന്താ? കണ്ടോ, ഹജ്ജ് ചെയ്യാൻ വന്ന ആൾക്കാർ കുറെ ആൾക്കാർ ശിർക്ക് ചെയ്യുന്നവരുണ്ടെന്ന് പറഞ്ഞു. കാസിമി അതിന് മുമ്പ് പറഞ്ഞത് കേട്ടാളി. നിലമ്പൂർക്കാര് മാത്രമല്ല കേരളത്തിലെ പ്രധാനപ്പെട്ട പല ക്ഷേത്രങ്ങൾക്കും ചുറ്റുമതിൽ കെട്ടിക്കൊടുത്ത ഹാജിയന്മാരെ എനിക്കറിയാം. കേരളത്തിലെ എന്തിനാ ഇവൻ 5ാമത്തേന് പോയത്? 1ഉം 2ഉം 3ഉം കഴിഞ്ഞ് 5ഉം കഴിഞ്ഞ് 5ആകാൻ പോയത് എന്തിനാണ് ഈ ഹമാക്കത്ത് പിടിച്ചവൻ ഹജ്ജിന് പോയത്? എന്താണ് മനുഷ്യന്മാരെ ഇവന്റെ ഹജ്ജ്? എന്താ ഹജ്ജൊക്കെ ചെയ്ത് മടങ്ങി വന്നിട്ട് ചെമ്മാട്ട ഹാജിമാരെ കോഴിക്കോട് ജില്ലയിലെ ഒരു ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും കഞ്ഞി പാരുന്ന ഹാജിയരെ ഞാൻ കേട്ടിട്ടുണ്ട്. ചെമ്മാട്ടുകാരൻ ഹാജി, മലപ്പുറം ജില്ലക്കാരൻ ഹാജി, ദീനിന്റെ നടുക്കഷ്ണമാണ്. മലപ്പുറം ജില്ല എന്നാണല്ലോ വെപ്പ്. എന്തിനാണ് മനുഷ്യ നീയൊക്കെ പോയത്? ആരാണ് മനുഷ്യ നിനക്ക് ഈ ഫത്വ തന്നത്? എന്താ മനുഷ്യരെ ഈ വിചാരിക്കുന്നത്? മന്ത്രിമാര് പോലും അതിലൊക്കെ അകപ്പെട്ടു പോകുന്നു. ശിർക്കിനെ പ്രണമിച്ചാൽ മാത്രമേ വോട്ട് ലഭിക്കൂ എന്ന് കരുതിയിട്ട് വലിയ വലിയ പൂജാശാലകളുടെ മുന്നാലെ കുറിതൊടാൻ ഇട്ടുകൊടുക്കുന്നു. ആദ്യം അബദ്ധമാണെന്ന് പറയുന്നു, പിന്നെ സുബദ്ധമാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ ആദ്യം സുബദ്ധമാണെന്ന് ന്യായീകരിക്കുന്നു, പിന്നെ അബദ്ധമാണെന്ന് പറയുന്നു, പിന്നെ ആദ്യം സുബദ്ധവുമല്ല അബദ്ധവുമല്ല എന്ന് പറയുന്നു, പിന്നെ അവർ ഫെൽ ഡൗൺ, നാം വിശദീകരിക്കുന്നില്ല. അങ്ങനെ പലരും ഉണ്ടായല്ലോ ഇന്ത്യ ചരിത്രത്തിൽ. എവിടെ തൊട്ടാലും വേണ്ടില്ല, ഒരുത്തന്റെയും നെഞ്ചെന്ന വക്കാലത്ത് വാങ്ങിയിട്ടല്ല ഇത് പറയുന്നത്. അങ്ങനെയുള്ള ആൾ ദൈവങ്ങളുടെ കാൽക്കൽ പോയിട്ടാണ് എനിക്ക് സമാധാനം ലഭിച്ചതെന്ന് പറയുന്ന മുസ്ലിം മന്ത്രിമാർ കേരളത്തിലുണ്ട്. എന്താ പറഞ്ഞത്? ഒരാളിൽ നെഞ്ചത്തുനിന്ന് വക്കാലത്ത് വാങ്ങിയിട്ടല്ല അത് പറയണത്. അതൊക്കെ തുടക്കത്തിലുണ്ടായിരുന്നു ഉഷാറായി, ഇപ്പൊ അത്ര ഉഷാറല്ല, കാണില്ല. ഏതായിരുന്നാലും നിങ്ങൾ ആലോചിച്ചോ, ഇയാൾ പറഞ്ഞപ്പോ എന്താ? ഹജ്ജ് ചെയ്ത ആൾക്കാർ വരെ ശിർക്ക് ചെയ്തോലുണ്ട് എന്നല്ലേ എന്റെ ചുരുക്കം അല്ലേ? ഈ ഹജ്ജ് ചെയ്ത ആളും പോയി ഹജ്ജ് ചെയ്ത അവിടെ തന്നെ, മക്ക തന്നെ അല്ലേ? ശരി, മുജാഹിദ് ബാലുശ്ശേരി വേറെ ശൈലിയിൽ പറഞ്ഞു. എന്നിട്ട് അത് പറഞ്ഞിട്ട് കണ്ടോ എത്ര ഹാജിമാരെയാണ് മുശ്രിക്കാക്കിയത്. കാസിമിയോ അത് കോഴിക്കോട്ടുള്ള ആൾക്കാർ എന്നാണ്, വലിയ ദൂരല്ല. അപ്പൊ ആദ്യം ഇതാ ചികിത്സിക്കേണ്ടത്. ചികിത്സിക്കുകയാണെങ്കിൽ കൂട്ടരെ ശിർക്ക് ആര് ചെയ്താലും അത് ശിർക്കല്ലേ? അത് ചൊർക്കാകുവോ? ശിർക്കന്നല്ലേ? അതുകൊണ്ട് ആ ഹജ്ജ് ബാത്തിലാക്കി കളയരുത്, ആ നോമ്പ് ബാത്തിലാക്കി കളയരുത്, ആ നിസ്കാരം ബാത്തിലാക്കി കളയരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ചെയ്ത ആ കാര്യങ്ങൾ എല്ലാം അവിടെ പരലോകത്ത് ഉണ്ടാവണം. ശിർക്ക് ചെയ്താണ് നശിപ്പിക്കരുത് എന്നാണ് ഈ ഖാസിമീൻ പറഞ്ഞത്, മുജാഹിദീങ്ങൾ മുമ്പേ പറഞ്ഞത്. അല്ലാതെ ആരും മുശ്രിക്കാക്കല്ല. പിന്നെന്താണ്? മുജാഹിദ് ബാലുശ്ശേരി മുശ്രിക്ക് എന്ന് പറഞ്ഞു, അനസ് മൗലവിയോ മുശ്രിക്ക് എന്ന വാക്കേ അതിലില്ല. അപ്പൊ മൗലവിമാര് വലിയ ക്ലിപ്പേറ്റ് നടക്കുക. അതെന്താ വാക്കിൽ വന്നൊരു മിസ്റ്റേക്കാ? വലിയ കേട്ടത് വലിയ ആനത്തലയാണ്. സംഗതി എന്താണ്? അനസ് മൗലവി തന്നെ അത് വിശദീകരിക്കുന്നത് നിങ്ങൾ കേൾക്കാൻ സാധിക്കും. പിന്നെ ആ ഭാഗം അനസ് മൗലവി തന്നെ ഉഷാറായി വിശദീകരിക്കുന്നു. ശേഷം കാര്യങ്ങൾ വിശദീകരിക്കാൻ പറയും. നാടൊട്ടുക്കിപ്പോ ആവശ്യം കണ്ടോ, ഹജ്ജിന് വരുന്ന ആളുകൾ മുഴുവൻ മുശ്രിക്കാണ്, ആരും മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വ്യാഖ്യാനിക്ക, അങ്ങനെ വിശദീകരിക്ക. അതിനിടക്ക് ഇതിപ്പോ സാധാരണ പറയാൻ നാറ്റുനോട്ടിരുന്നൊരു ക്ലിപ്പ് കിട്ടി എന്നൊരു പാട്ട് പാടുന്നത് പോലെ മുസ്ലിയാക്കന്മാർക്ക് ഇപ്പൊ ഒരു പുതിയ ക്ലിപ്പും കൂടെ അതിന്റെ കൂട്ടത്തിൽ ചേർക്കാൻ. അതെന്തിനാ? അത് മുശ്രിക്ക് എന്നോ മുജാഹിദ് പറഞ്ഞിട്ടില്ല എന്ന് അനസ് മൗലവി. കണ്ടോ, പുതിയൊരു ക്ലിപ്പ് കൂടി. അനസ് മൗലവി പറഞ്ഞ സ്ഥലം, ആ സ്ഥലത്ത് എന്തേ മുസ്ലിയാക്കന്മാര് മറുപടി പറയാതിരുന്നത്? ഏത് നാട്ടിൽ വെച്ചാണ് അനസ് മൗലവി അത് പറഞ്ഞത്? ആ നാട്ടിൽ എന്തേ മുസ്ലിയാക്കന്മാരെ പിന്നെ കണ്ടില്ല? എന്താ കാര്യം അറിയോ? ആ പ്രഭാഷണം നടക്കുന്നതിന് മുമ്പ് ആ സ്ഥലത്തിന് മുസ്ലിയാർ വന്നിട്ട് സക്കറിയ എഴുതിയ ഒരു ലേഖനം, മാതൃഭൂമിയിൽ വന്നൊരു ലേഖനം,
ആ ലേഖനം എടുത്തു വെച്ചിട്ട് മുസ്ലിയാരെ നീണ്ടൊരു പ്രഭാഷണം. എന്നിട്ട് എന്താ പറഞ്ഞത്? കണ്ടോ, സക്കറിയ അന്ന് സൗദി അറേബ്യയിൽ പോയിട്ട് സക്കറിയക്ക് പോലും മനസ്സിലായി അവിടേക്ക് ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല, ബോർഡ് മാറ്റി വെച്ചിരിക്കുന്നു എന്ന് സക്കറിയക്ക് പോലും മനസ്സിലായി. പക്ഷേ മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹം മുജാഹിദ് നേതാവ്, അയാൾ പ്രസംഗിക്കുകയാണ് അവിടെ ഹജ്ജിന് വരുന്നവർ ഹിന്ദുക്കളാണ്, മുസ്ലിങ്ങൾ 5% ഉണ്ടാവുള്ളൂ, അല്ല 5 ലക്ഷം മുസ്ലിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ ഹിന്ദുക്കളാണെന്ന് ഒരു പണ്ഡിതൻ പറയുന്നു. മുജാഹിദ് നേതാവ് പറയുന്നു. മുജാഹിദ് ബാലുശ്ശേരിയുടെ ക്ലിപ്പ് പ്രഭാഷണത്തിൽ ഈ രൂപത്തിലുള്ള പലവിധ ആരോപണങ്ങളും ഉന്നയിച്ചതിന് 1, 2, 3, 4 1 by 1 ആയി മറുപടി പറഞ്ഞ അവസാനം ഇവിടെ ചില ആളുകൾ കളിച്ചതുപോലെ ഇവിടെയും ചില ആൾക്കാർ കളിച്ചല്ലോ. ഓരോരുത്തർക്ക് 1 മണി വരെ, 2 മണി വരെ, 3 മണി വരെ ഒക്കെ പ്രസംഗിക്കാം. പക്ഷെ മുജാഹിദുകള് പരിപാടി വെച്ചാൽ 10 മണിക്ക് അവസാനിപ്പിച്ചോണം. ആ രൂപത്തിലുള്ള മുജാഹിദുകളുടെ ശബ്ദം കേട്ടാൽ നെഞ്ചകം വിടറുന്ന വിറക്കുന്ന ചില കോമുണ്ടല്ലോ, ആ രൂപത്തിലുള്ള കോമോടുകൾ ഈ 10 മണിക്ക് പ്രസംഗം അവസാനിപ്പിക്കണം. മര്യാദ ഞങ്ങൾ പാലിച്ചു. 10 മണിക്ക് പ്രസംഗം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അവസാനമായി ആ ഭാഗം കൂടി വിശദീകരിക്കണമെന്ന നിലക്ക് ആ പ്രഭാഷണത്തിന്റെ അവസാന ഭാഗം ഞാൻ പറഞ്ഞു. മുജാഹിദ് ബാലുശ്ശേരിയുടെ പേരുള്ള ഈ ആരോപണം അവർ പറഞ്ഞപ്പോ ഹിന്ദുക്കൾ അവിടെ ഹജ്ജിന് വരുന്നു എന്ന പ്രയോഗം മുജാഹിദ് പറഞ്ഞിട്ടില്ല, ഹിന്ദുക്കൾ എന്നൊരു വാചകം അതിൽ അവിടെ ഇല്ല എന്ന് പറഞ്ഞെടുത്ത് മുസ്ലിയാക്കന്മാർക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുന്ന രൂപത്തിൽ എന്തായി, അത് മുശ്രിക്കുകൾ എന്നായിപ്പോയി. ഹിന്ദുക്കൾ എന്ന് പറയേണ്ടടുത്ത് മുശ്രിക്കുകൾ എന്നൊരു വാചകം അതിലില്ല. ഈ വാചകം എടുത്ത് ക്ലിപ്പാക്കിയിട്ട് ഇപ്പൊ അതിട്ടിങ്ങനെ മുസ്ലിയാക്കന്മാർ വലസ. മനസ്സിലായില്ലേ? മുസ്ലിയാക്കന്മാർ വലസല് ആ ഒരു നാക്കിപ്പഴ, ഒരു സംസാരത്തിൽ വന്ന വാക്കിൽ വന്ന ഒരു അബദ്ധം, അത് വെച്ചിട്ട് കണ്ടോ മുശ്രിക് എന്ന വാക്ക് അതിലില്ല എന്ന് പറഞ്ഞിട്ട്. സംഗതി എന്താ? ആ ഹിന്ദു എന്നൊരു പ്രയോഗമാണ് ആ മുസ്ലിയാർ നടത്തിയത്, അതാണ് ഇദ്ദേഹം ഇവിടെ ഉദ്ദേശിച്ചത് അല്ലേ? അതിന് പകരം വന്നുപോയത് ഈ വാക്ക്, എന്നിട്ട് ഇത് വെച്ചിട്ട് കണ്ടോ എന്ന് പറഞ്ഞ നടക്കുക. അത്രയ്ക്കേ ഉള്ളൂ മൊയ്ലിയന്മാരെ, അത്രയ്ക്കേ ഉള്ളൂ. അപ്പൊ സഹോദരങ്ങളെ, മുജാഹിദികളെ സംബന്ധിച്ചിടത്തോളം ഇന്നാള് മുശ്രിക്കെന്നും പറഞ്ഞ് അങ്ങനെ വ്യക്തികൾ ഓരോരുത്തരെടുത്തുകൊണ്ട് മുശ്രിക്കാക്കുന്ന പരിപാടിയല്ല. ആ പരിപാടി ആർക്കാണ് ഉള്ളത് എന്നതും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറക്കാൻ പാടില്ല നിങ്ങള് ഒസങ്കടിയിൽ വെച്ച് പേരോട് സഖാഫി അടക്കം സംവാദത്തിന് വന്നപ്പോ ആ വലിയ ആവേശത്തോടെ വന്ന് മുജാഹിദുകൾ സുന്നികളെ മുശ്രിക്കാക്കുന്നു എന്നും പറഞ്ഞ് നാടാകെ പ്രചരിപ്പിച്ച ആ നിലക്ക് അതിന് പണിയെടുത്ത മുസ്ലിയാര് മുന്നിൽ വന്നു. എന്നിട്ടോ അവിടെ സെൽസബിയിലെടുത്തു വായിക്കാൻ പറഞ്ഞു. എവിടെ നിങ്ങൾ വായിച്ചതിൽ ഞങ്ങൾ ഈ ആൾക്കാരെ അവരുദ്ദേശിച്ച AP എന്നും EK എന്നും KV എന്നൊക്കെ പറഞ്ഞ് അവര് പറഞ്ഞ വ്യക്തികളെ അതിൽ എവിടെ മുശ്രിക്കാക്കിയെന്ന് ചോദിച്ചിട്ട് ആവർത്തിച്ച് ചോദിച്ചിട്ട് തെളിയിക്കാൻ പേരോട് സഖാഫിയെ കൊണ്ട് കഴിഞ്ഞില്ല, അലവി സഖാഫിയെ കൊണ്ട് കഴിഞ്ഞില്ല, അവരുണ്ടായിരുന്ന മുസ്ലിയാക്കന്മാരെ കൊണ്ട് കഴിഞ്ഞില്ലല്ലോ. സഹോദരങ്ങളെ, അവിടെ മുജാഹിദുകൾ ഒരു സിറാജും വായിച്ചിരുന്നു. ഓർമ്മയില്ലേ നിങ്ങൾക്കത്? ഏതാണ് ഈ സിറാജ്? ഈ സിറാജിൽ വളരെ വ്യക്തമായി KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാടിനെ KV കാഫിറാക്കി എന്നും പറഞ്ഞിട്ടാണ് മുസ്ലിയാക്കന്മാർ ഊരു ചുറ്റാറുള്ളത്. ആ KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് അദ്ദേഹം ഖുർആൻ പരിഭാഷ എഴുതി ഉണ്ടാക്കിയ വകയിൽ അദ്ദേഹം പറഞ്ഞു കേട്ടോളൂ, ഖുർആൻ പരിഭാഷ തികച്ചും അബദ്ധജടിലവും തോന്നിവാസവുമാണെന്നും അതെഴുതിയുണ്ടാക്കിയ വകയിൽ കൂറ്റനാട് മുസ്ലിയാർ മുർത്തദ്ദും കാഫിറുമാണെന്നും കാഫിറായിട്ടുണ്ടെന്നും അന്ന് സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചത് ജനങ്ങൾ മറന്നിട്ടില്ല. എന്താ പറഞ്ഞ ഒരു കിഞ്ചലല്ലേ? എന്താ KV മുഹമ്മദ് മുസ്ലിയാർ മുർത്തദ്ദ ഇസ്ലാം ഔട്ടാണ്, കാഫിറുമായിട്ടുണ്ട് എന്ന് സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നാണ്. ആലോചിച്ചു, സമസ്ത സെക്രട്ടറി ആരാണെന്നത്തെ സമസ്ത സെക്രട്ടറി എന്നതൊക്കെ അവര് തന്നെയാണ് പറയേണ്ടത്. പിന്നെ ഒരു ന്യായീകരണം ചിലപ്പോ പറയും, എന്ത് ഇത് രാഷ്ട്രീയക്കാര് ലേഖനം എഴുതിയല്ലേ? അതെ, സമസ്തയുടെ കാര്യം കൈയാളുന്ന രാഷ്ട്രീയക്കാര് ലേഖകൻ ആരാ? എന്തായാലും സുന്നിയാവൂലേ? അല്ലാത്ത സമസ്തന്റെ കാര്യം കൈകാര്യം ചെയ്യോ? അപ്പൊ സുന്നിയായ ഈ രാഷ്ട്രീയകാര്യ ലേഖകൻ KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാടിനെ സംബന്ധിച്ച് അന്നത്തെ സമസ്ത സെക്രട്ടറി പറഞ്ഞതാണ് ഈ വായിച്ചു കേട്ടത്. അവ പേരെടുത്ത് കാഫിറാണെന്ന് പറഞ്ഞു, മുർത്തദ്ദാണെന്ന് പറഞ്ഞു. ആര് സിറാജിലാ എഴുതിയത്? ഒന്ന്. ഇനി നിങ്ങൾ കേൾക്കാൻ പോവാണ്, കാണാൻ പോവാണ്.
നമ്മളെ ഉള്ളാൾ തങ്ങൾ എന്ന് പറയുന്ന ആളില്ലേ, ഇവരുടെ ഇവിടെ പ്രസംഗിച്ച നമ്മുടെ സഖാഫിന്റെ നേതാവ്, ആ തങ്ങള് മൂപ്പര് പറയാണ് ഇ.കെ. അബൂബക്കർ മുസ്ലിയാരെ കാഫിറാക്കി എന്നും പറഞ്ഞ വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. അതില് ഇയാള് പറയാണ്, ഞാൻ കാഫിറാക്കി എന്നും പറഞ്ഞിട്ടാ നടക്കുന്നത്, ഞാനല്ല കാഫിറാക്കിയത്. പിന്നെ ആരാ കാഫിറാക്കിയത്? CM മടവൂരാണ്. ആരാ കാഫിറാക്കിയെന്നുള്ളതിന് അഭിപ്രായ വ്യത്യാസമുള്ളൂ. ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ കാഫിറാണോ അല്ലേ എന്നുള്ളതിലല്ല തർക്കം, ആരാ കാഫിറാക്കിയത് അയിലാ തർക്കം. ആ ഭാഗം ഒന്ന് കേട്ടോളൂ നിങ്ങൾ. എന്നെ സംബന്ധിച്ച് എത്ര എന്തെല്ലാം പറഞ്ഞു നോക്കി, ഉള്ളാളത്തേക്ക് എത്ര കമ്പി കത്ത്, സുബ്ഹാനല്ലാഹ്. എന്ത് ഈക്കനെ കാഫിറാക്കി, ഉസ്താദിനെ കാഫിറാന്ന് ഞാൻ പറഞ്ഞിരുന്നല്ല, കുഴപ്പം ഇല്ലേ? നിങ്ങളൊന്നും കേട്ടില്ലേ? എന്നിട്ടോ ഉള്ള ആൾക്കാരെന്താ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞോ? ഒന്നും കുരുങ്ങിയില്ല. നമ്മളെ ശിഷ്യന്മാർ തന്നെ എന്താ അങ്ങനെ അങ്ങനെ എന്നൊക്കെ കത്തെഴുതി നോക്കി, ഓരൊക്കെ അവിടെ പോയി ഒടുവിലൊന്ന് പൊരുത്തം പിടിക്കാൻ വേണ്ടി ഈക്കെ ഞാൻ കാഫിറാക്കി. ഞാൻ പറഞ്ഞ ഈ മടവൂരുണ്ട്, അവര് പറഞ്ഞതാ. ഞാന് അവിടെ എപ്പോഴും പോണ ആളൊന്നുമല്ല. ഈ ഔലിയാക്കന്മാരെ പിന്നാലെ പോയതിനെ പണിയൊന്നും ഇരിക്കില്ല. മൂപ്പർക്ക് ഔലിയാക്കന്മാരെ പിന്നാലെ പോണ പരിപാടിയില്ല. എന്നിട്ട് പറയാലോ നിങ്ങളൊക്കെ പോയിക്കോളീന. ആലോചിച്ച് നോക്കണം, മൂപ്പര് ഔലിയാക്കന്മാരെ പിന്നാലെ ഒന്നല്ല. നമ്മളെ പറയും കണ്ടോ ഔലിയാക്കന്മാരെ, നമ്മക്ക് ദേഷ്യമാണ്. ഇരിക്കട്ടെ, ബാക്കി കേട്ടോ. വളരെ ബുദ്ധിമുട്ടായ ചിലപ്പം അങ്ങനെ ഒരാളുണ്ടെന്ന് കേട്ടാൽ ഞാൻ പോകില്ല. ഒരിക്കലും ഈ മടവൂരിനെ കാണാൻ വേണ്ടി ഞാൻ പോയി. എന്തിന്? ഈ കുഴപ്പം വന്നതിന് ശേഷം നമ്മുടെ ഇടയിൽ ഒരു ഭിന്നിപ്പ് വന്നപ്പോ ഈ മൂപ്പരോട് എന്നെ പോയിട്ട് പറയാം. അപ്പോഴാണ് എന്നെ പിടിപ്പിച്ച് വാതി തുറന്നെത്തിയെന്ന് ഒരാളോടും ഉണ്ടാത്ത കാരാ. സലാം ചൊല്ലി സലാം വിളിക്കും. സലാം വിളിച്ചതിന് ശേഷം ഞാൻ വന്ന സംഗതി പറഞ്ഞു. ഇപ്പോഴെല്ലാം ഭിന്നിപ്പും കാര്യവും ഒക്കെ ആയിപ്പോയില്ലേ, അതുകൊണ്ട് ഞാനെന്ത് ചെയ്യും? നിങ്ങൾ ഹക്കിന്റെ മേൽ അടി ഉറച്ചു നിന്നോളൂ. ആ പറഞ്ഞ ഉസ്താദല്ലേ, ഇക്ക് ഉസ്താദല്ലേ, ഞാനെന്ത് ചെയ്യണം? അന്താരൽ ഹക്ക്, നീ ഹക്കിന്റെ മേൽ അടി ഉറച്ചു നിന്നോളണം. വീണ്ടും ഞാൻ പറഞ്ഞപ്പോൾ കഫറ, മടവൂര് കഫറ എന്ന് പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. കഫറക്ക് പല അർത്ഥമുണ്ട്, അതെനിക്കും അറിയാം. അതുകൊണ്ട് അതങ്ങട്ട് പരത്തിയിട്ട് ഉള്ളാളത്തെ ഞാൻ ഒഴുകിപ്പോന്ന് വിചാരിച്ചല്ല. പ്രസിഡന്റ് അവർക്ക് വല്ല കത്തും കൊത്തൊക്കെ വന്നു. പറഞ്ഞോലൊക്കെ ഇവിടെ പോയി. പറഞ്ഞോടെ പോയാലും പറഞ്ഞപ്പോ എന്താ പറഞ്ഞേ? കഫറ. ആര് കഫറ? ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ കഫറ. എന്നിട്ടോ ഇപ്പൊ ചില ആൾക്കാർ ന്യായീകരിക്കൽ. എന്താ ന്യായീകരണം? അത് കഫറക്ക് പല അർത്ഥമുണ്ടെന്ന് മൂപ്പരെന്നെ പറഞ്ഞില്ലേ, അത് വേറെ അർത്ഥമാണ് ഉദ്ദേശിച്ചത്, അങ്ങനെ എങ്ങനെയാണ്? എന്നാലോ സഹോദരങ്ങളെ, ഇത് മാധ്യമം പത്രമാണ്, 2008 ഏപ്രിൽ 21 മാധ്യമം പത്രം. ഇതിൽ പറയുന്നു, ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരുടെ പ്രസ്താവന കേട്ടോളൂ. മുന്നൊരുക്കമില്ലാത്ത ഐക്യത്തിന് സമസ്ത തയ്യാറല്ല. ചെറുശ്ശേരി കേട്ടോളൂ. അനൈക്യമുണ്ടാക്കിയവരാണ് ഐക്യത്തിന് തയ്യാറാവേണ്ടതെന്നും വൈരുദ്ധ്യാത്മക നിലപാട് സ്വീകരിക്കുന്ന വിഘടിത വിഭാഗവുമായി എന്തെങ്കിലും പറഞ്ഞിട്ട് പറയണം. ഇപ്പോൾ ഐക്യം പറയുന്ന വിഘടിതരുടെ മുൻകാല പ്രവർത്തനങ്ങൾ വിലയിരുത്തപ്പെടേണ്ടതുണ്ട്. ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരെ അവർ കാഫിറാക്കി. ആ കാഫിറേതാ? ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരെ അവർ കാഫിറാക്കി. കണ്ണിയത്ത് ഉസ്താദിന് അത്തും പിത്തുമാണെന്ന് പറഞ്ഞ് കളിയാക്കി. ഇങ്ങനെ പറഞ്ഞു കുറെ കംപ്ലൈന്റ്. അപ്പൊ ഈ കാഫിറാക്കലേതാ? ഇപ്പൊ വേറെ കുറെ അർത്ഥമുണ്ടെന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്ന ആൾക്കാര് മനസ്സിലാക്കണം, യഥാർത്ഥ കാഫിറാക്കലനല്ലേ ഈ നടത്തിയത് എന്നുള്ളത്. ഇനി സഹോദരങ്ങളെ, വ്യക്തിപരമായി ഓരോരുത്തരെടുത്ത് കെ.വി. കൂറ്റനാട് മുസ്ലിയാര്, ഇ.കെ. മുസ്ലിയാര് എന്നിങ്ങനെ പറഞ്ഞു ഓരോരുത്തരെ വ്യക്തിപരമായി പേരെടുത്തുകൊണ്ട് മുശ്രിക്കും കാഫിറും, കാഫിറും മുശ്രിക്കും മുർത്തദൊക്കെ പറഞ്ഞു കഴിഞ്ഞില്ല.
ഇനി വേറെ മുസ്ലിം പറഞ്ഞേക്കാം നിങ്ങൾക്ക് കുറെ വിഭാഗത്തെ എണ്ണാണ് കൂടുതൽ മുജാഹിദ് ജമാഅത്തൊക്കെ മുജാഹിദികളെ പറ്റി കൂട്ടി എണ്ണാണ്. എന്താ പറഞ്ഞത്? CM പറയാറുണ്ടായിരുന്നു. എന്ത് CM വലിയുള്ള എന്ന് പറഞ്ഞ നേരത്തെ നമ്മൾ പറഞ്ഞ മടവൂര് അയാൾ പറയാറുണ്ടായിരുന്നു. എന്ത് മുജാഹിദ് ജമാഅത്ത് ഇങ്ങനെ കുറെ വിഭാഗങ്ങൾ എണ്ണിട്ട് കുല്ലും കാഫിർ കുല്ലും കാഫിർ. അപ്പൊ ഇയാൾക്ക് ഇതിങ്ങനെ കാഫിറാക്കാൻ നടക്കണ പണീന്ന് സംശയമുണ്ട്. കാരണം ഈക്കനെ കാഫിർ എന്ന് പറഞ്ഞ് മുശ്രിക്ക് കാഫിർ കഫറാന്ന് പറഞ്ഞ് ഇങ്ങനെ കുറെ പറഞ്ഞല്ലോ. അപ്പോ ആ ഭാഗം ഒരു വൈലത്തൂർക്കാരൻ മുസ്ലിയാർ പറയുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹാബിഹിൽ ഫായിസീൻ അമ്മാ ബഅദ്. സിയമുറിയെ സംബന്ധിച്ചിടത്തോളം ഇവരെ സംബന്ധിച്ചുള്ള ദീർഘദൃഷ്ടി നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ജമാഅത്ത്, മുജാഹിദ്, ഫലസിഫ, റാഫിദ, സിയ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇതര സമൂഹത്തിനെയും കൂട്ടി പറഞ്ഞുകൊണ്ട് കുല്ലും കാഫിർ. അവ കുല്ലും കാഫിർ കുല്ലും കാഫിർ. അതിൽ മുജാഹിദുണ്ട്, ബാക്കിയുള്ള അതിന്റെ ആൾക്കാരാ പറയുന്നത്. മുജാഹിദിനെ സംബന്ധിച്ചും പറയും ഈ CM എന്ന് പറയുന്ന ആള് കുല്ലും കാഫിർ എന്ന് പറയാറുണ്ടായിരുന്നു. അപ്പൊ ഇയാൾക്ക് ഇതേനി പണി നമ്മൾ പറയല്ലോ. ഇനി സഹോദരങ്ങളെ പറഞ്ഞതിന്റെ ചുരുക്കം, ഞങ്ങളല്ല ആരെയും മുശ്രിക്കാക്കണത്, ഞങ്ങളല്ല ആരെയും കാഫിറാക്കണത്. പിന്നെ വ്യക്തിപരമായി ആക്കിയ ആൾക്കാരെ നമ്മളാ കണ്ടത്. ആര്? സിറാജ് നമ്മൾ വായിച്ചു, മാധ്യമം വായിച്ചു, അതുപോലെ തന്നെ ഉള്ളാൾ തങ്ങളുടെ സംസാരം നമ്മൾ കേട്ടു, പിന്നെ മറ്റേ മുസ്ലിയാരുടെ കേട്ടു, ഇങ്ങനെ ഓരോ. ഇനി സഹോദരങ്ങളെ യഥാർത്ഥ മർമ്മ പ്രധാനമായ കാര്യത്തിലേക്ക് നമ്മൾ വരിക. മുജാഹിദുകൾ പറയുന്ന അല്ലാഹുവോടല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല, പ്രാർത്ഥിച്ച ശിർക്കാണെന്നാണ്. ആ മനുഷ്യൻ ശാശ്വതമായി നരകത്തിലാണെന്നാണ്. അവന്റെ ഒരു പ്രവൃത്തിയും അല്ലാഹു സ്വീകരിക്കൂല എന്നാണ്. ഇത് ചില്ലറ വിഷയമല്ല. നമ്മൾ ഈ തർക്കവും കക്ഷി വൈരാഗ്യമൊക്കെ അവസാനിപ്പിച്ചു ഇവിടുന്ന് മരിച്ചുകൊണ്ടോരാ, അങ്ങനെ പരലോകത്തെത്തുന്നവരാ. എങ്കിൽ ആ ബോധത്തോടെ പ്രിയമുള്ളവരെ നമ്മൾ ആലോചിക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച ആ സ്വർഗ്ഗത്തിൽ നമ്മൾ എത്തണം, നരകത്തിൽ നമ്മൾ രക്ഷപ്പെടണം. വേണ്ടേ? ജീവിതം ഏത് സമയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയ സമയം ഇവിടുന്ന് അവസാനിപ്പിച്ച് പോകേണ്ടവരാ നമ്മൾ. എന്ത് തിരക്കിലായാലും, കുടുംബപരമായ മറ്റു വിഷയങ്ങളാണെങ്കിലും, നാടുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളിലാണെങ്കിലും, എന്ത് തിരക്കിലാണെങ്കിലും റഹ്മാനായ റബ്ബിന്റെ വിധിയെത്തിയാൽ, നമുക്ക് അവൻ കണക്കാക്കിയ സമയം തീർന്നാൽ ഇവിടുന്ന് മരിച്ചു പോകേണ്ടവരാണ് നമ്മൾ എല്ലാവരും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എങ്കിൽ ആ ബോധത്തോടെ നിങ്ങൾ ആലോചിക്കുക. അല്ലാഹുവോടല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല. അല്ലാഹുവോടല്ലാതെ പ്രാർത്ഥിച്ചാൽ ശിർക്കാണ്. ശിർക്ക് ചെയ്താൽ മുഴുവൻ പ്രവൃത്തിയും നിഷ്ഫലം. ഇത് നിങ്ങൾ മനസ്സിലുണ്ടാവണം. ഇത് പറയുമ്പോ നമ്മുടെ മുസ്ലിയാരിവിടെ പറഞ്ഞൊരു സംഗതി എന്താ അറിയോ? പ്രാർത്ഥന എന്ന് പറയാൻ രണ്ട് നിലക്കുണ്ട്. പ്രാർത്ഥന രണ്ട് നിലക്കുണ്ട്. എന്നിട്ട് ഒരു പറയാണ്, ആരാധനയാകുന്ന പ്രാർത്ഥന അത് അല്ലാഹു അല്ലാത്തവർ നടത്താൻ പറ്റൂല. പിന്നെ സഹായാർത്ഥനയാകുന്ന പ്രാർത്ഥന അതോ അത് അല്ലാഹു അല്ലാത്തവർ നടത്താം. എന്നാൽ ഒരു സൗകര്യത്തിന് വേണ്ടി ഞാൻ പറയട്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി പറയട്ടെ. മരിച്ചുപോയ അമ്പിയ ഔലിയാക്കളോട് അവരോടുള്ള ആ പ്രാർത്ഥനയുണ്ടല്ലോ, അതിന് ഞാൻ ഇസ്തിഗാസ എന്ന് പറഞ്ഞാലും ആ സംഗതിക്ക് ഏതാ ആയത്ത്, ഏതാ ഹദീസ്? ഇവിടെ ഓതിയത് ഇന്നമാ വലിക്കുമുള്ള എന്നുള്ള ആയത്തല്ലേ? അതിന് ഈ വിഷയമായി വല്ല ബന്ധമുണ്ടോ? ഒരിക്കലും ഇല്ല. വഫാത്തായി പോയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹായം തേടാമെന്ന് ഈ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് ആരും പറഞ്ഞിട്ടില്ല മുൻഗാമികളായ മുഫസ്സിരീങ്ങള്. ഇല്ല, ഇല്ല. പിന്നെ എന്താണ് അതിന്റെ പശ്ചാത്തലം? മഹാന്മാരായ മുഫസ്സിരീങ്ങള്, എന്തിനേറെ പറയണം, KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് വരെ അയാളുടെ പരിഭാഷയിൽ വിശദീകരിച്ചു ആ കാര്യം. എന്താണ് അതിന്റെ താല്പര്യമെന്ന്? എന്താണെന്നറിയോ? അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു പോലെയുള്ള ചില സഹാബികള് അവരാദ്യം അഹ്ലു കിതാബിൽപ്പെട്ട ആളുകളായിരുന്നു. അവർ മുസ്ലിങ്ങളായപ്പോ നാട്ടിലുള്ള ആളുകൾ ബഹിഷ്കരിച്ചു. നാട്ടിലുള്ളവർ ബഹിഷ്കരിച്ചു. അങ്ങനെ ഉണ്ടാവുമല്ലോ ചിലയിടത്ത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവുന്നുണ്ടല്ലോ. ഒരു നാട്ടിൽ കുറച്ച് മുജാഹിദീങ്ങളാണെങ്കിൽ ആ മുജാഹിദ് മിണ്ടാൻ പാടില്ല, സലാം പറയാൻ പാടില്ല, പറഞ്ഞാലും അടക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ചില ആൾക്കാർ ഇപ്പൊ ഉണ്ടല്ലോ. ആ കാലഘട്ടത്തിൽ ആ സഹാബത്തിന് അങ്ങനെയുള്ള ബഹിഷ്കരണം ഉണ്ടായി. കൂടെ ഇരിക്കൂല, സംസാരിക്കൂല, മിണ്ടൂല, ഒരു ലോഹ്യവും ഇല്ല ആ നിലക്ക്. അപ്പൊ ഇദ്ദേഹം വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, റസൂലേ ഇന്ന ബുയൂതനാ ഖാസിയ, ഞങ്ങളുടെ വീടുകൾ കുറെ വിദൂരത്താണ്.
ഇങ്ങോട്ട് ആ ആളുകൾ അവിടെ ഞങ്ങളെ ബഹിഷ്കരിക്കുന്നു, ഞങ്ങൾ മുസ്ലിങ്ങളായതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരുടെ പ്രശ്നങ്ങൾ ഒന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, ഇന്നമാ വലീക്കും അല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂന സ്വലാ വയുതൂന സക്കാ വഹും റാകിഊൻ. നിങ്ങളുടെ വലിയ അല്ലയാണ്, റസൂലാണ്, സത്യവിശ്വാസികളുമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇവിടെ ഈ സത്യവിശ്വാസികളെ സംബന്ധിച്ച് പറയുന്നത് മരിച്ചുപോയ ശേഷം ദുആ ചെയ്യാനാ, ഇസ്തിഗാസ ചെയ്യാനാ? അല്ല, ഇതാ വിഷയം. നിങ്ങൾ അവർ ബഹിഷ്കരിക്കുന്നൂലേ എന്നാൽ അത് കൂടെ ഇരിക്കാതെ അവിടെ ആൾക്കാര് ഇതല്ലേ ഉള്ളൂ, ഇത്രയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, വമൻ യദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖറ ലാ ബുർഹാന ലഹു ബിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആലയോടല്ലാതെ ഏതെങ്കിലും ഇലാഹിനോട്, ആരാധ്യ വസ്തുക്കളോട് ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ലാ ബുർഹാന ലഹു ബിഹി, അവർക്കതിന് യാതൊരു ബുർഹാനുമില്ല, ഒരു തെളിവും ഇല്ല എന്ന്. പിന്നെ എങ്ങനെ ഇന്നമാ വലീക്കുമുള്ളതിന് തെളിവാവുക? തെളിവല്ല, ഒരു തെളിവ് അതിനില്ല. അതുപോലെ തന്നെ മുസ്ലിയാരോ പറഞ്ഞൊപ്പിക്കാൻ നോക്കിയ വേറെ തെളിവ് എന്താ അറിയോ? റബീഅത്ത് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, റസൂലേ അസ്അലുക മുറാഫഖതക ഫിൽ ജന്നാഹ്, റസൂലേ സ്വർഗ്ഗത്തിൽ നിങ്ങളുടെ കൂടെ പോകണം എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. കൂടെ പോകാൻ നിങ്ങളുടെ സഹവാസം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു എന്ന്. അപ്പൊ കണ്ടോ, സ്വർഗം ചോദിച്ചില്ലേ എന്നാണ്. എന്നാ കൂട്ടരെ, ഇതൊരു ഹദീസിന്റെ ചുരുങ്ങിയ രൂപമാണ്. അതിന്റെ വിശദീകരണം വേറെ പല കിതാബിലും വന്നിട്ടുണ്ട്. അത്തർഗീബ് വത്തർഹീബ് എന്ന കിതാബിൽ ഇമാം മുൻദിരി ഉദ്ധരിച്ചിട്ടുണ്ട്. എന്തായാലും ആശയം, റസൂലേ അസ്അലുക അൻ തദഉ അല്ലാഹ ലീ, റസൂലേ നിങ്ങൾ എനിക്ക് വേണ്ടി അല്ലാഹുവോട് ദുആ ചെയ്യണം, അത് ഞാൻ അങ്ങോട്ട് പറയുന്നു. അതിലാർക്കും അവിടെ തർക്കം? നിങ്ങൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് ജീവിച്ചിരിക്കുന്ന ആൾക്കാരോട് പറഞ്ഞാൽ ഇവിടെ തർക്കണ്ടോ? ഇല്ല, അതാ വിഷയം. പക്ഷേ ആ വിശദമായി വന്ന ഭാഗം മൂടി വെച്ചുകൊണ്ടാണ് നമ്മളെ മുസ്ലിയാർ ഇവിടെ ഉദ്ധരിച്ചിട്ടുള്ളത്, അല്ലേ? അപ്പൊ ഒരു തെളിവില്ല, അല്ലാഹുവോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഒരു തെളിവും അതിനില്ല എന്ന കാര്യങ്ങൾ മനസ്സിലാക്കണം. പിന്നെ രണ്ട് നിലക്കുണ്ട്, ഞാൻ പറഞ്ഞല്ലോ, മുമ്പ് പറഞ്ഞതാ. ഒന്ന് സഹായാർത്ഥന, മറ്റത് ആരാധനയാകുന്ന പ്രാർത്ഥന. എന്നാലേ മുസ്ലിങ്ങൾ പ്രാർത്ഥന എന്തിനാ പറയാ? മുസ്ലിങ്ങൾ പ്രാർത്ഥന എന്ന് പറയുന്നത് ആ നിലക്കുള്ള സാധാരണ സഹായാർത്ഥനക്ക് പറയോ? ഇല്ല. ഞാൻ ചോദിക്കട്ടെ, ഇതുപോലെ നമുക്ക് പരിപാടിക്ക് മൈക്ക് പെർമിഷൻ ആണല്ലോ. ഈ മൈക്ക് പെർമിഷന് വേണ്ടി നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയി പ്രാർത്ഥിച്ചു എന്ന് പറയുന്നുണ്ടോ മുസ്ലിങ്ങൾ? അതേപോലെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് പിന്നെ ചായക്ക് ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുക. എന്തേ ഇരിക്കണല്ല, ഞാൻ ചായക്ക് പ്രാർത്ഥിച്ചിങ്ങനെ ഇരിക്കുകയാണ്.